സഹായിക്കാനൊന്നും ആരുമില്ല. കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ തീർന്ന് ഒരുപാട് പൈപ്പിലെ വെള്ളമൊക്കെ കുടിച്ചു എന്നുള്ളത് സത്യം. എനിക്ക് കൂടുതലാരും പരിചയപ്പെടാനും പറ്റിയിട്ടില്ല. അങ്ങനെ സിനിമാക്കാരും എന്നെ അറിഞ്ഞുമില്ല. ജനങ്ങളും എന്നെ പരിചയമുള്ളവർക്കൊക്കെ എന്നെ മനസ്സിലാവും എന്നുള്ളതല്ലാതെ ഒരു നടൻ എന്ന നിലയിൽ കൂടി അറിയപ്പെടാറായിട്ടില്ലായിരുന്നു ഞാൻ. തിരിച്ചിവിടെ വന്നതിന് ശേഷം, നാട്ടിൽ വന്നതിന് ശേഷം പിന്നീടും ഈ അഭിനയ മോഹമൊത്ത് ഈ അഭിനയത്തെപ്പറ്റി പഠിക്കണമെന്ന ആഗ്രഹം കൊണ്ട് പ്രൊഫഷണൽ നാടകമായി പിന്നെ എൻ്റെ ബന്ധം. അതുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങി നടന്നു. അന്നും പ്രൊഫഷണൽ നാടകത്തിൽ കയറുക എന്ന് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കുന്നതിനെ കഴിഞ്ഞാൽ ദുഷ്കരമാണ്. കാരണം കഴിവില്ലാത്ത ഒരാൾക്കും പ്രൊഫഷണൽ നടനായിട്ട് നിൽക്കാൻ പറ്റില്ല. സിനിമയെല്ലാം നാടകം വേറെ. അതൊരു നാടകം എന്ന് പറയുന്നത് സിനിമയായിട്ട് ബന്ധമില്ല. സിനിമയും നാടകവും തമ്മിൽ എൻ്റെ ഡിഫറൻ്റാണ് രണ്ടും. അപ്പോൾ അതിന് ഒരു കഴിവ് വേണം. അതിനും എനിക്ക് കഴിവില്ല. ഞാൻ തുച്ഛമായ കുറച്ച് നാടകങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ കാണുന്നതും അതിലെ കഥാപാത്രങ്ങളും എൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ എനിക്ക് നല്ലൊരു കഴിവുണ്ടായിരുന്നു അന്ന്. അതെൻ്റെ വലിയൊരു നേട്ടമായിട്ട് കരുതുന്നുണ്ട്. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും എനിക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെ പല നാടക കമ്പനിക്കാരെ അപ്രോച്ച് ചെയ്തു. അവരൊക്കെ എനിക്ക് മുൻപരിചയമില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ അവോയ്ഡ് ചെയ്തിട്ടുമുണ്ട്. അബദ്ധവശാൽ എനിക്ക് കായംകുളത്ത് ഒരു സമിതിയിൽ പ്രവേശനം കിട്ടി, പ്രൊഫഷണൽ ട്രൂപ്പിൽ. അവിടെ കുറേ കൊല്ലങ്ങൾ, പിന്നെ ഒരു 10-28 വർഷം നാടകത്തിൽ 28 വർഷത്തോളം പല വിധത്തിലുള്ള വേഷങ്ങളും കൈകാര്യം ചെയ്തു. അപ്പം ഞാൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിച്ചു. അന്നത്തെ പ്രഗത്ഭനായ കുറേ നടന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ രാജംബിദേവൻ്റെ അച്ഛൻ എസ് ജയദേവ്, ശ്രീനാരായണപിള്ള, ടി.കെ. ജോണ്, അങ്ങനെ കുറേ നല്ല നല്ല ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ നിന്നതുകൊണ്ട് ഇവരെന്തുകൊണ്ട് ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, ഓരോന്നിൻ്റെ വ്യത്യാസം, ഇതെല്ലാം ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിച്ചു. പാഠമായിരുന്നു. എൻ്റെ യഥാർത്ഥത്തിൽ എൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓണർ എടുക്കുക എനിക്ക് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ താല്പര്യമാണ്. അതിൽ പറഞ്ഞു, എന്തിനാണ് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നത്? അതിലും വലിയ ക്ലാസ്സാണ് ഇവിടെ ഉള്ളത്, പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയത് എനിക്ക് ജീവിതത്തിൽ ഒരു അഭിനേതാവിന് വേണ്ട നോളജൊക്കെ കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഞാൻ ഇവിടെ നിൽക്കേ അങ്ങനെ നിന്ന് പഠിക്കുകയത്. അങ്ങനെ പഠിച്ച് ഇടയ്ക്കൊക്കെ 1-2 സിനിമകളിൽ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ മെയിൻ ഇത് സിനിമയെ കഴിഞ്ഞും കൂടുതൽ നാടകത്തിലായി. അങ്ങനെ 1986 വരെയും ഞാൻ നാടകത്തിൽ തന്നെ 28 വർഷം നിന്നു. അതിനുശേഷം ഒരു 3 വർഷം ഞാൻ സ്വന്തമായിട്ടൊരു സമിതി നടത്തി ആലപ്പുഴയിൽ തന്നെ. അവസാനം എനിക്ക് വട്ട് പിടിക്കുമെന്ന് തോന്നിയപ്പോൾ സ്വന്തമായിട്ട് സമിതി നടത്തി. അതെ, അതുകൊണ്ട് അത് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. 89 ഒരു സീരിയൽ എൻ്റെ പ്രൊഡ്യൂസറായിട്ട് എനിക്ക് വരേണ്ട ഒരു ഗതികേട് പാലിയത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ആദ്യം നിർമ്മാതാവായിരുന്നു. അത് ഞാൻ പിന്നീട് വേറൊരാളെ വരെ കെട്ടിവെച്ചു. കാരണം ഞാൻ തിരുവാളി പിടിക്കുമെന്ന് എനിക്ക് തോന്നി അതിൻ്റെ പോക്കൊക്കെ കണ്ടപ്പോൾ. പിന്നെ അതിനകത്ത് നല്ലൊരു വേഷം ഞാൻ ചെയ്തു. ചെറുവരമ്പത്ത് കുഞ്ഞി കൃഷ്ണമേനോൻ എന്ന് പറയുന്നൊരു കഥാപാത്രം ഞാൻ ചെയ്തു. അത് ഒരു വിധത്തിൽ പറഞ്ഞ ഒരു വിജയമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് ഞാൻ അവിടുന്ന് പിന്നെ തുടർച്ചയായിട്ട് സീരിയലിൽ തന്നെ പലരും വിളിച്ചു. അങ്ങനെ പോയിരുന്നു, കുറേ ബന്ധങ്ങളായി, അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ ചെയ്തു. ആദ്യകാലത്ത് നസീർ സാറിൻ്റെ കൂടെ, സത്യൻ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. സത്യൻ സാറിൻ്റെ കൂടെ. എന്തായിരുന്നു അനുഭവങ്ങളൊക്കെ? ഞാൻ അദ്ദേഹത്തെ എങ്ങനെ അദ്ദേഹം പറയേണ്ടത് എനിക്കറിയാൻ പാടില്ല. അതൊരു അതുല്യനായ കലാകാരൻ. പക്ഷേ എൻ്റെ അടുത്ത് വളരെ സ്നേഹത്തോടെ അദ്ദേഹം പെരുമാറിയത് കണ്ടോടെ. അദ്ദേഹം എന്നോട് ചോദിച്ചു, എവിടെയാണ് വീട് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യെ മുറുക്കി പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നുകൊണ്ട് ചോദിച്ചു, ഇവിടെ ഇരിക്കൂ പറഞ്ഞിരുന്നു. എവിടെയാണ് വീട്? ഞാൻ പറയും കൂത്താട്ടുകുളം രാജു അല്ലേ? അല്ല സാർ, എൻ്റെ പേര് TS രാജു. ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ വേണം പറയാൻ. ഒരിക്കലും കൂത്താട്ടുകുളം രാജു എന്ന് പറയരുത്. നാടിൻ്റെ പേരിലല്ല നമ്മൾ അറിയപ്പെടേണ്ടത്, നമ്മുടെ പേരിൽ അറിയപ്പെടേണ്ടത്. അതുകൊണ്ട് TS രാജു തന്നെ കേട്ടോ. മനസ്സിലായല്ലോ? പറഞ്ഞു, മനസ്സിലായി. അതുകൊണ്ട് ഇന്നും എൻ്റെ പേര് TS രാജു, കൂത്താട്ടുകുളം രാജു. അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ അതായിരിക്കും നല്ലതെന്ന് ഓർത്ത് തന്നെയാണ് അങ്ങനെയുള്ള സാധ്യത ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ TS രാജു തന്നെ. അന്ന് അങ്ങേക്ക് എത്ര വയസ്സുണ്ടായിരുന്നു ഏകദേശം? അന്ന് എനിക്ക് 18-19 വയസ്സുണ്ട്. എത്ര വയസ്സുണ്ടായിരുന്നു എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുമ്പോൾ അദ്ദേഹം മേക്കപ്പെട്ട് സെറ്റിലായിരുന്നു. ആദ്യം ഇരുന്ന് പുറത്തിരുന്ന് തന്നെ സ്റ്റുഡിയോയ്ക്ക് പുറത്തിരുന്ന് സംസാരിക്കും. ഒരു ബെഞ്ച്, ആ ബെഞ്ചിലിരുന്നിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് കാണും. അപ്പോൾ ഒറ്റ ഓട്ടത്തിൽ ഞാൻ സത്യൻ മാസ്റ്റർ സിനിമയിൽ ധാരാളം സിനിമയെ കണ്ടിട്ടുണ്ട്. ഞാൻ വലിയ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തെ കണ്ടത്. ഇദ്ദേഹം കറുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട്
അങ്ങനെ അടിമുടിയാൻ നോക്കിയിട്ട് അങ്ങ് ശക്കലം പോലെ ഒരു കറുപ്പിൻ്റെ ഒരു സ്ഥലത്തുമില്ല. അപ്പോൾ എനിക്കറിയാൻ പറ്റില്ല ഇത് പാൻ കേക്ക് ഇട്ട് ശരിയാക്കിയേക്കാം ഒന്നും അറിയില്ല. ഇതാണ് കറുത്തതെന്നൊക്കെ ജനങ്ങളൊക്കെ പറയുന്നത്. എവിടെ ഇങ്ങനെ നല്ല ചുവന്ന് തുടുത്തിരിക്കുന്ന മനുഷ്യനാണല്ലോ എന്നൊക്കെ ധരിച്ച്. പക്ഷെ പിറ്റേന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഒരു ഫിയറ്റ് കാർ ഓടിച്ചുകൊണ്ട് വന്നിറങ്ങിയപ്പോൾ മനസ്സിലായത് കറുത്ത നല്ല കറുപ്പായിട്ടാണ് വന്നത്, എണ്ണക്കറുപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഭയങ്കര നല്ലൊരു അഴകായിരുന്നു അത്. നല്ലൊരു മനുഷ്യനാണെന്ന് എപ്പോഴും പറയും. നല്ല മനുഷ്യനാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞത്. എനിക്ക് പറയാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലും പോയിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ അന്ന് സംസാരം. പക്ഷേ സംസാരം എപ്പോഴും ഒരു അധികാര മനോഭാവത്തോടു കൂടിയുള്ള സംസാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ. കൂടുതൽ ദേഷ്യം കാണിക്കുന്നവർ ശരിക്കും റിയൽ ലൈഫിൽ പച്ച മനുഷ്യരാണെന്ന് കേൾക്കുന്നുണ്ട്, സാധാരണക്കാരെന്ന് കേൾക്കുന്നുണ്ട്. നസീർ സാറായിട്ടുള്ള അനുഭവങ്ങൾ? നസീർ സാറുമായിട്ട് കൂടുതൽ ആ ഷോട്ടിൻ്റെ ഇതിലൊക്കെ ബന്ധപ്പെട്ടുള്ളതല്ലാതെ കൂടുതലും ഇടപഴകാനൊന്നും സാധിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ വളരെ നീറ്റായിട്ട് ഇടപെട്ടേക്കുന്നത്. ഞാനൊരു കൊച്ചു നടനാണല്ലോ എന്നോർത്തുകൊണ്ടൊരു വേർതിരിവൊന്നും അദ്ദേഹം കാണിച്ചിട്ടേ ഇല്ല. അന്ന് അങ്ങനെ ഇല്ലായിരുന്നു മലയാള സിനിമ. എന്തോ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഈ നടന്മാരുടെ ആരുടെയും ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വേർതിരിവോ നമ്മളെ ഒരു പുച്ഛമായിട്ട് കാണുന്ന ഒരവസ്ഥയോ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എന്നോട് കാര്യമായിട്ട് ഇടപെട്ടിട്ടുള്ളൂ. പിന്നീട് ഏതൊക്കെ ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്? പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങൾ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചെയ്തത് ഒന്ന് എനിക്ക് വിശക്കുന്നു, ഇതാ സമയമായി, ഓർമ്മ അധികം കിട്ടുന്നില്ല. പിന്നീട് അധികം വന്നത് ഇല്ല. അങ്ങനെ കൂടുതൽ വലിയൊന്നും വന്നില്ല. അങ്ങനെ തന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ ചിലതൊക്കെ വന്നത്. പിന്നെ പ്രഗത്ഭരായ ഒരു അന്നത്തെ കാലത്ത് അഭിനയിക്കാൻ അവസരം കിട്ടിയത് ഏതൊക്കെ നടന്മാരുടെ കൂടെയാണ്? പിന്നീട് അന്നത്തെ ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള ഇതൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നെടുമുടി വേണുവിൻ്റെ കൂടുതൽ എനിക്ക് വിശക്കുന്നൊക്കെ നെടുമുടി വേണു. അതിനകത്ത് എസ്ഐയുടെ വേഷവും അതൊക്കെയാണ്. അത് ഭാസ്കർ മാസ്റ്റർ തന്നതാണ്. അവധവശ ഭാസ്കർ മാസ്റ്ററായിട്ട് സംസാരിക്കേണ്ട അന്ന് ദീപികയിലെ മറ്റേ വർക്ക് ചെയ്യുക ഭാസ്കർ മാസ്റ്റർ. അവധവശാൽ അദ്ദേഹമായിട്ട് ഓഫീസിലിരുന്ന് വേറൊരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എന്നോട് എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു, ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു ചെറിയ വേഷം തന്നാൽ ചെയ്യാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു ദിവസം 2 ദിവസമൊക്കെയാണ് മാറി നിൽക്കാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ നാടകമായതുകൊണ്ട് അതിൻ്റെ ടൈം നാടകത്തിന് പോകേണ്ടതായിട്ടും അത് സാരമില്ല, 1-2 ദിവസമേ വരുള്ളൂ, ചെയ്യാമോ? ഞാൻ പറഞ്ഞു ചെയ്യാം. അങ്ങനെയാണ് ESIയുടെ വേഷം അദ്ദേഹം എനിക്ക് തന്നത്. മറ്റുള്ളവർ നമ്മൾ തിരിച്ചറിയുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെ. നമ്മുടെ ബന്ധുക്കളും വീട്ടുകാരും അല്ലാത്ത ഒരാൾ നമ്മൾ തിരിച്ചറിയുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം. ആദ്യത്തെ ഒരു തിരിച്ചറിവിൽ എങ്ങനെയായിരുന്നു? ഒരാൾ ഇന്ന ആളെന്ന് ചോദിച്ചത് അത് അനുഭവം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അതെ അതെ, അത് നമുക്ക് ആദ്യം ഒരു വലിയ ക്രേസ് ആയിരിക്കും. നമ്മളെ തിരിച്ചറിയുന്നു, നാട്ടുകാരൊക്കെ അയ്യോ ഞങ്ങൾ അത്ഭുതത്തോടുകൂടി കാണുന്നൊരു അത് നമുക്ക് ഉള്ളിൽ ഭയങ്കരമായൊരു അഭിമാനമൊക്കെ തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് വലിയൊരു ശല്യമാണ് നമുക്ക് എന്നുള്ളത്. കാരണം നമുക്ക് സാധാരണക്കാരൻ്റെ കൂട്ട് വഴിയിലൊന്ന് ഇറങ്ങി ഒന്ന് ഫ്രീ ആയിട്ട് നടക്കാനോ, ഒരു സാധാരണ കടയിൽ കയറുന്ന ഒരു ചായ കുടിക്കാനോ, അങ്ങനെ ഒരു പബ്ലിക് ഇതിൽ കൂടെ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥ വരും. അത് നമ്മളെ ഒരുമാതിരി എന്തൊക്കെയോ ചില സിനിമയുടെ ചരിത്രം മുഴുവൻ നമ്മൾ ചിലരോട് പറയേണ്ട ഗതികേട് വരും. ഈവൻ എന്നോട് മമ്മൂട്ടിക്ക് മോഹൻലാലിനൊക്കെ സുഖമാണോ എന്നൊരു ചോദിച്ചൊരു വരെയുണ്ട്. മമ്മൂട്ടി എവിടെ ഇരിക്കുന്നു, മോഹൻലാൽ എവിടെ ഇരിക്കുന്നു, നമ്മളെവിടെ ഇരിക്കുന്നു? അങ്ങനെയുണ്ട്. മമ്മൂട്ടിയൊക്കെ നല്ല സുഖമായിരിക്കുന്നു. അപ്പം നമ്മളൊക്കെ ഞങ്ങളെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നടക്കുന്ന പോലെ അദ്ദേഹം അവിടെ ഇതുവരെ അറിയാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളൊക്കെ ഉണ്ട്.